ഈ പറക്കും തളികയിൽ ഒരു ബസ്സാണ് വിഷയം, തങ്കമണിയിലും ഒരു ബസ്സാണ് വിഷയം. ബസ് അതിൽ കോമഡി ആണെങ്കിൽ ഇത് കുറച്ച് സീരിയസ് വിഷയമാണ്. മറ്റേത് ബസ് റോട്ടിലിറക്കിയതിൻ്റെ വിഷയം, ഇത് ബസ് റോഡിൽ മുന്നോട്ട് പോയതിൻ്റെ വിഷയം അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അത് തന്നെ അത് പക്ഷേ ഇത് അങ്ങനെ ഒരു അടിപ്പടമോ അല്ലെങ്കിൽ മാസപടമോ ഒന്നും അല്ല കേട്ടോ. ഇത് ഒരു മനുഷ്യൻ്റെ സഖി കെട്ടടിക്കേണ്ട സ്ഥലത്ത് അടിക്കുന്ന ഒരവസ്ഥകൾ പോലെ നടക്കുന്ന കാര്യമാണ്. അത് ഇതിൽ ഇമോഷണലാണ്. ഇപ്പോൾ വ്യത്യാസമാണ്, കിലോമീറ്റർ ആവും, 10,000 ആവും എന്ന് പറയുന്ന പോലെ. കണ്ടിട്ടുള്ള പാവത്താനായ ഇന്ദ്രൻ ചേട്ടനാണ് ഉടലിലെ നിങ്ങൾ കണ്ട കുട്ടിച്ചായ. അന്ന് വരെ അങ്ങനെ പെർഫോമൻസ് സ്പേസ് കിട്ടാത്ത ഒരു ആർട്ടിസ്റ്റായിരുന്നു ദുർഗാകൃഷ്ണ. അയാളാണ് ഇതിൽ ഷൈനിയെ ചെയ്തത്. തീർത്തും ഹ്യൂമർ പടങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന ധ്യാൻ ശ്രീനിവാസനാണ് അതിലെ കിരൺ. ആ സിനിമയിൽ ഹ്യൂമറില്ല, കുട്ടിച്ചായനൊട്ടും പാവവുമല്ല. ഏതാണ്ടൊരു 3.5 വർഷത്തോളം ഞാൻ പല ഘട്ടങ്ങളിലായി തങ്കമണിയെക്കുറിച്ച് പഠിക്കാനും, ഞാൻ അവിടെ പോയി താമസിച്ച് ഈ സംഭവം നേരിട്ട് കണ്ട തങ്കമണിയിലുള്ള ഏറെക്കുറെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് താമസം മാറിപ്പോയ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഫോണിലൂടെ സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. സുദേവേട്ട, അപ്പോൾ തങ്കമണിയാണ് പുതിയ ചേട്ടൻ്റെ വിശേഷം, ഒപ്പം ഒരു കല്യാണം കൂടിയും കഴിച്ചു. ആ 2 വിശേഷം. കല്യാണം കൂടിയല്ല, അത് ആദിത്യാണ്. എന്നോട് പറഞ്ഞെങ്കിൽ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് തങ്കമണി സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ, ഡയറക്ടർ രതീഷ് രഘുനന്ദൻ, സുദേവ് നായർ, നീതാ പിള്ള. എല്ലാവർക്കും നമസ്കാരം. ദിലീപേട്ടൻ്റെ 148ാമത് സിനിമയാണ് തങ്കമണി. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട് ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചാൽ. എന്നെ സംബന്ധിച്ചപ്പോൾ എൻ്റെ ഇടവും വലിയിരിക്കുന്ന ആൾക്കാർ എനിക്ക് പുതിയ ആൾക്കാരാണ്. ഇന്നല്ല, നേരത്തെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്. കാരണം ഞങ്ങൾ ഒരുമിച്ചൊന്നും കോമ്പിനേഷൻ സിനിമകൾ എല്ലാം അങ്ങനെ അഭിനയിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന് മുമ്പൊരു സിനിമയിൽ ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അങ്ങനെ യാദൃശ്യമായിട്ട് ഈ സിനിമയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുകയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ നീതയുടെ 4ാമത്തെ സിനിമയാണിത്. സംവിധായകൻ്റെ 2ാമത്തെ സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ കൂട്ടുകാരായിട്ട് അഭിനയിക്കുന്ന സുദേവായി, അതുപോലെ അസീസ്, അരുൺ, ജിബിൻ ഒക്കെയാണ് ഞങ്ങൾ. ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഇതിലൂടെ. ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറം 1986 നമ്മളെ കേരളക്കരയെ ആകെ വിഷമിപ്പിച്ച ഒരു നാടിനെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ശരിക്കും തങ്കമണി ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. ഞാനൊക്കെ അന്ന് കോളേജ് പഠിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ, നമ്മളെ സംബന്ധിച്ച് അന്ന് കട്ടപ്പന എന്ന് പറയുന്ന സ്ഥലത്ത് തങ്കമണിയൊക്കെ വളരെ ദൂരത്തിലുള്ളൊരു സ്ഥലമാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഡയറക്ടർ രതീഷ് രഘുനന്ദൻ ഈ കഥയായിട്ട് വരികയും, ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ശരിക്കും തങ്കമണി എന്ന് പറയുന്ന സംഭവം, തങ്കമണിയിലെ ആളുകൾ ഫേസ് ചെയ്ത കാര്യങ്ങളുടെ ഡെപ്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. അതിൽ ആബേൽ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഞങ്ങൾ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു റിയൽ ഇൻസിഡൻറ്റും ഫിക്ഷനും കൂടി മിക്സ്ഡാണ് ശരിക്കും സിനിമ. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഫീൽ ഉണ്ടാവാനും പാടില്ല, പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥകൾ നഷ്ടപ്പെടാനും പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ചേർത്തിട്ട് തന്നെയാണ് രതീഷ് ഈ കഥ പറഞ്ഞതും ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ഞാൻ നല്ലൊരു സിനിമയുടെ ഭാഗമാവുന്നു എന്നാണ് എനിക്ക്. പുതിയ കുറേ ആളുകളുടെ കൂടെ ഇതിൽ അജ്മൽ, ശരിക്കും അജ്മൽ എൻ്റെ കൂടെ 2 കൺട്രീസിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നൊരു സിനിമയാണിത്. അതുപോലെ ഇതിൽ വേറൊരു നായികയുണ്ട്, പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞിട്ട്. അവർ വന്നിട്ടില്ല നമ്മുടെ കൂടെ ഇപ്പോൾ. അതുപോലെ ജോൺ വിജയ്, സമ്പത്ത് റാം, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ട് മനോജ് കെ ജയനാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ സിനിമയിൽ നേരത്തെ അഭിനയിച്ച ആൾക്കാരുള്ളൂ. അപ്പോൾ അതല്ലാത്ത ഒരുപാട് ആൾക്കാരുടെ കൂട്ടായ്മ. അതിൻ്റെ ഇപ്പോൾ പോലീസ് വേഷം ചെയ്ത വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്, സന്തോഷ്, രമ്യ, അല്ലേ,
അതിന് കുറേ പേരുണ്ട്. കോട്ടയം രമേശ്. ഈ സിനിമ നമുക്ക് വേറൊരു ഫീൽ ഉണ്ടാക്കുന്ന സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിയൽ ഇൻസിഡൻസിൻ്റെ സിനിമകൾ ഒരുപാട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നൊരു സമയം കൂടിയാണ് എല്ലാ ലാംഗ്വേജിലും. കാരണം അവർ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ കാര്യങ്ങൾ അവർ സ്ക്രീനിൽ കാണുന്നു എന്ന് പറയുന്നത്, നമ്മൾ ആ സിനിമ ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ ഫീൽ കൂടുതൽ അനുഭവിച്ചത്. അയ്യോ പാവം അവിടുത്തെ ആളുകൾ എന്തോ ഒരു അനുഭവിച്ചിട്ടുണ്ടാവാം എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചൊരു വേറൊരു എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ സംവിധായകൻ അത്രയും എല്ലാ ആർട്ടിസ്റ്റുകളെയും നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചിരിക്കുന്നൊരു സിനിമ കൂടിയാണ്. ബാക്കി സംവിധായകൻ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ രതീഷ് ചേട്ടാ നമസ്കാരം. അപ്പോൾ രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം ആദ്യത്തെ ചിത്രം തന്നെ വലിയൊരു സിഗ്നേച്ചർ. ഉടൽ എന്നൊരു ചിത്രം പറഞ്ഞാൽ തന്നെ അറിയാം, അത്രയും പ്രേക്ഷകർക്കുള്ളിൽ തിയേറ്ററുകളിലായാലും ശരി OTT ആയാലും നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടിയ ഒരു ചിത്രമായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം D148 ദിലീപേട്ടനെ വെച്ചിട്ട് തങ്കമണി എന്നൊരു ചിത്രം, അതും ഒരു റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അതിന് റിസർച്ച് വേണം. കാരണം അത് റിയൽ ഇൻസിഡൻ്റ് ആണ്, പ്രേക്ഷകർ അത്രത്തോളം നോക്കിക്കാണുന്നൊരു ചിത്രമാണ്. അപ്പോൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു? ഇതിന് പിന്നിൽ ഞാൻ സിനിമയുടെ പ്രൊഡക്ഷനോ പോസ്റ്റ് പ്രൊഡക്ഷനോ പ്രീ പ്രൊഡക്ഷനോ അങ്ങനെ ഒരു സമയത്തേക്കാൾ കൂടുതൽ സമയമെടുത്ത് റിസർച്ചിന് വേണ്ടിയാണ്. ഏതാണ്ടൊരു 3.5 വർഷത്തോളം ഞാൻ പല ഘട്ടങ്ങളിലായി തങ്കമണിയെക്കുറിച്ച് പഠിക്കാനും, ഞാൻ അവിടെ പോയി താമസിച്ച് ഈ സംഭവം നേരിട്ട് കണ്ട തങ്കമണിയിലുള്ള ഏറെക്കുറെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് താമസം മാറിപ്പോയ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഫോണിലൂടെ സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകർ, അങ്ങനെ പോലീസിലുള്ള, ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു, അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ ഞാൻ തങ്കമണിയുടെ തൊട്ടടുത്ത് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് 3.5 മാസക്കാലം താമസിച്ചാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത്. അപ്പോൾ ഇങ്ങനെ വലിയ നിലയിൽ സോഷ്യോ പൊളിറ്റിക്കലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സംഭവം എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും നമ്മൾ പഠിക്കണം ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സമയം എടുത്തിട്ടുണ്ട് റിസർച്ചിന്. ഇപ്പോൾ ദിലീപേട്ടനെ ആ കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ്? കാരണം ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് എന്ന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കഥാപാത്രം, ഇന്ന് ചിരിപ്പിക്കാൻ ഓർമ്മിക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടൊരു കഥാപാത്രമാണ് ദിലീപേട്ടൻ്റെ. അങ്ങനെ ഒരു വ്യക്തി എങ്ങനെയാണ് ഇതേപോലത്തെ ഒരു കഥാപാത്രത്തിൽ എങ്ങനെയാണ് കണ്ടത്? ഇത്ര സീരിയസ് ആയിട്ട് ആ ക്യാരക്ടറൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടീസർ കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, ഇങ്ങനെ ഒരു ലുക്കിലൊക്കെ കണ്ടപ്പോൾ. എങ്ങനെയാണ് ദിലീപേട്ടൻ അങ്ങനെ കണ്ടത്? നേരത്തെ ഇത് പറഞ്ഞിരുന്നു, ഇപ്പോൾ ദിലീപേട്ടൻ എനിക്ക് ടീച്ചർ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അത്ര ആ ലുക്കിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഒരു ഗാങ്സ്റ്റർ ലുക്കിലൊക്കെ സത്യം എനിക്ക് അത്ര വളരെ സാധാരണക്കാരനായ ഒരാളാണ്. പക്ഷേ ടീച്ചറിലെ ലുക്ക് കണ്ടപ്പോൾ ശരിക്കും വേറൊരു ലെവലിൽ പടം എന്നുള്ള എക്സ്പെക്ടേഷൻ ഓൾറെഡി ഒരു ഓഡിയൻസ് എന്ന ലെവലിലേക്ക് അയാളുടെ മുഖത്തുള്ളത്. ആ പെയിൻ പ്രേക്ഷകനും തിരിച്ചറിയും, അനുഭവിച്ച പെയിൻ. ഇപ്പോൾ ഉടലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ അന്ന് വരെ കണ്ടിട്ടുള്ള പാവത്താനായ ഇന്ദ്രൻസേട്ടനാണ് ഉടലിലെ നിങ്ങൾ കണ്ട കുട്ടിച്ചായൻ. അന്ന് വരെ അങ്ങനെ പെർഫോമൻസ് സ്പേസ് കിട്ടാത്ത ഒരു ആർട്ടിസ്റ്റായിരുന്നു ദുർഗാകൃഷ്ണ. അയാളാണ് അതിൽ ഷൈനിയെ ചെയ്തത്. തീർത്തും ഹ്യൂമർ പടങ്ങൾ മാത്രം ചെയ്തു വന്നിരുന്ന ധ്യാൻ ശ്രീനിവാസനാണ് അതിൽ കിരൺ. ആ സിനിമയിൽ ഹ്യൂമറില്ല, കുട്ടിച്ചായനൊട്ടും പാവവുമല്ല. ഈ സിനിമയിലേക്ക് വരുമ്പോഴും അപാരമായി പെർഫോം ചെയ്യാനുള്ള പറ്റുന്ന ആളുകൾ അതുവരെ ചെയ്തതിൽ നിന്ന് അതല്ലാതെ എന്ത് ചെയ്യിക്കാം എന്നുള്ള ആലോചനയാണ് എൻ്റെ മനസ്സിലുണ്ടാകാറ്. അവർ ഇപ്പോൾ ദിലീപേട്ടൻ്റെ സ്ട്രോങ് സോൺ എന്താണെന്ന് നമുക്കറിയാം. സുദേവ് ഭായി ഏത് തരം സംഗതികളാണ് ചെയ്തതെന്ന് അറിയാം. നീതാജി 3 സിനിമ കഴിഞ്ഞിട്ട് നിൽക്കുന്നു, അവരേത് തരം സിനിമകളാണ് ചെയ്തിട്ടുള്ളതെന്നറിയാം. ഇവരൊക്കെ തന്നെ ഏത് റേഞ്ചിൽ പെർഫോം ചെയ്യുമെന്നും നമുക്കറിയാം. ഇപ്പോൾ ദിലീപേട്ടൻ്റെ സ്ട്രോങ് സോൺ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന എനിക്ക് എല്ലാ അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സിനിമകളെല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ദിലീപേട്ടൻ്റെ പെർഫോമറെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഥാവിശേഷണോ പിന്നെയോ ഒക്കെ പോലെയുള്ള ഗംഭീര പടങ്ങൾ. അപ്പോൾ സ്ഥിരം ചെയ്തു വരുന്നതിൽ നിന്ന് വേറെന്ത് ചെയ്യാം, ഇവരെല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നതാണ്. മറ്റെന്ത് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇവരെ സ്ഥിരം കാണുന്നതിൽ നിന്ന് വേറെ എങ്ങനെ കാണിക്കാം, അങ്ങനെയൊക്കെയുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഉടലിന് മുമ്പ് എഴുതി പൂർത്തിയാക്കിയ തിരക്കഥയാണ് തങ്കമണിയുടേത്. ഉടൽ ആദ്യം സംഭവിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എഴുതി പൂർത്തിയാക്കുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ, എൻ്റെ സ്വപ്നത്തിലുള്ള നടൻ ദിലീപേട്ടനാണ്. പക്ഷേ അന്ന് ഞാൻ ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. എനിക്ക് സിനിമയുമായിട്ടൊരു ബന്ധവുമില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ദിലീപേട്ടനിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ദിലീപ് എന്ന സൂപ്പർ സ്റ്റാറിലേക്ക് എത്താനുള്ള ഒരു വഴികൾ എൻ്റെ മുമ്പിൽ അന്നില്ല. പിന്നീട് ഉടൽ സംഭവിക്കുന്നു.
അത് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ, നീ മുഖം ചുളിക്കണ്ട. ദിലീപേട്ടൻ സ്വാഭാവികമായിട്ട് ദിലീപേട്ടനേക്ക് എത്താണ്ട് വഴിയില്ലെന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞാൻ ഏത് റൂട്ട് ബസ് റൂട്ട് കിട്ടിട്ടില്ല. ഞാൻ ഏത് റൂട്ട് എടുത്താലും ഈ പറഞ്ഞ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ഉടൽ സംഭവിച്ചു, ദിലീപേട്ടൻ ഉടൽ കാണുന്നു, ദിലീപേട്ടൻ ഉടൽ ഇഷ്ടപ്പെട്ടു, ദുർഗാകൃഷ്ണനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയിൽ എൻ്റെ നമ്പർ വാങ്ങുന്നു, എന്നെ വിളിച്ച് ഉടലിനെ കുറിച്ച് നല്ല അഭിപ്രായം വെച്ച് ഫോൺ വെക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ല എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, എൻ്റെ കയ്യിലൊരു കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അവസരം കറക്റ്റ് ടൈമും ഒരേപോലെ വന്ന് കയറുന്നത്. അപ്പോൾ രതീഷ് ചേട്ടാ, അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ ദിലീപേട്ടനെ കൊണ്ട് റബ്ബർ എസ്റ്റേറ്റിലൂടെ ഒരു 200 കിലോമീറ്റർ എങ്ങനെ കഴിഞ്ഞത്? മീറ്ററാണോ? ഓക്കെ, കൂട്ടിപ്പോയതാ. വാർത്തകൾ വരുമ്പോ വ്യത്യാസമാ, മീറ്റർ കിലോമീറ്റർ ആവും, 10,000 ആവും എന്ന് പറയുന്ന പോലെ. ഇതെങ്ങനെ സാധിച്ചു ഫസ്റ്റ് ഷോട്ടായിട്ട് ദിലീപേട്ടനെ കൊണ്ട് അങ്ങനെ? അതൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണല്ലോ. അല്ലാതെ ദിലീപേട്ടൻ വരുന്ന ആദ്യ ദിവസം ആദ്യ ഷോട്ടിൽ പുള്ളി 200 മീറ്റർ ഓടിക്കാൻ തയ്യാറായിരിക്കുകയല്ല ഞാൻ. ആ സെറ്റിങ്സ് അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അത് ദിലീപേട്ടൻ പറയും എന്താണ് അന്നത്തെ സാഹചര്യം, എനിക്കതായിരിക്കും. അത് വല്ലാത്ത സാഹചര്യമായിരുന്നു. നമ്മളൊരു സിനിമയിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാന്ന് വെച്ചാൽ, ദൈവത്തോർത്ത് ആദ്യം തന്നെ 100 കിലോൻ്റെ ചാക്കെടുത്ത് തരരുത്. നമ്മൾ ഏത് സിനിമയിലേക്ക് ചെല്ലുമ്പോഴും ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന പോലെ തന്നെയാണ്. നമുക്ക് എന്താ പറയുക, ആ കഥാപാത്രമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എന്നെ സംബന്ധിച്ച് 1-2 ദിവസം എടുക്കും. ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് മറ്റേ ഏജ്ഡ് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഇതിലുള്ളതാണ്, ആ വേഷത്തിലാണ്. ഇയാൾ എങ്ങനെയാണ് നടക്കണേന്നോ ഇയാൾ എങ്ങനെ ഓടണേന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പേ ഓട്ടത്തിന് സാധനം എടുത്ത് തന്നു കഴിഞ്ഞു. ഒരു പറമ്പിലേക്ക് ഇറക്കി വിട്ടിട്ട് കുറേ ആൾക്കാരെയും പുറകെ തന്നിട്ട് ഓടിക്കൊള്ളാനും പറയണേ. അവർ ഇയാളെങ്ങനെ ഓടണേ, ഇയാളിപ്പോൾ ഇതിന് മുമ്പത്തൊക്കെ. പിന്നെ കുറച്ച് നേരം ഞാൻ ചോദിച്ചു, ഇയാൾ മുമ്പ് എന്താ ചെയ്യുന്നത്, മുമ്പ് ഇതാണ്, ഇതെന്ത് കഴിഞ്ഞിട്ടാണ് വരണേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാണ് പിന്നെ നമ്മളിത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ടെക്നോളജി മോഡുകൾ മനസ്സിലായില്ലേ, ഒപ്പം തന്നെ ഓടുക. അത് 5-6 പേരുണ്ട്, എല്ലാവരും ഒരേ ടൈമിൽ പെർഫോം ചെയ്യും. ഇവൻ പോയിട്ട് തിരിച്ചു വരിക, ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെടുത്ത് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു അറിയാലോ, ഡിജിറ്റൽ വിപ്ലവം ഉണ്ടായപ്പോഴും ഒക്കെ പുതിയ ടെക്നോളജികൾ വന്നപ്പോൾ ഇപ്പോൾ മോണിറ്റർ പുതിയതായിട്ട് വന്നു, മോണിറ്റർ പെട്ടെന്ന് തരാം, സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട്, അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ് 2-3 ഷോട്ട് വന്നപ്പോൾ നമുക്ക് ഇയാളെ പതുക്കെ പിടികിട്ടാൻ തുടങ്ങി. ഇയാളിങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൽ 1-2 ഷോട്ട് നമ്മൾ റീടേക്ക് ചെയ്യുകയും ചെയ്തു, അതിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് തന്നെ ഓട്ടും സ്ട്രഗിളും കാര്യങ്ങളൊക്കെയാണ്. അത് ഇവിടെ ഭയങ്കര റിയലിസ്റ്റിക് ഫൈറ്റ് എടുക്കണ അല്ലേ രാജശേഖറാണ് അത് എടുത്തത്. മലയാളത്തിൽ വയ്ക്കുന്ന 4 വലിയ ഫൈറ്റേഴ്സാണ് ഇതിനകത്ത് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അത് തന്നെ അത് പക്ഷേ ഇത് അങ്ങനെ ഒരു അടിപ്പടോ അല്ലെങ്കിൽ മാസ് പടമോ ഒന്നും അല്ല കേട്ടോ. ഇത് ഒരു മനുഷ്യൻ്റെ സഖി കെട്ടടിക്കേണ്ട സ്ഥലത്ത് അടിക്കുന്ന ഒരവസ്ഥകൾ പോലെ നടക്കുന്ന കാര്യമാണ്. അത് ഇതിൽ ഇമോഷണലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിയുടെ കഥയും, തങ്കമണി എന്ന് പറയുമ്പോൾ തന്നെ വേദന ഉണ്ടാക്കുന്ന കാര്യവും, പിന്നെ ഇതിൻ്റെ ബേസിലൊരു ശക്തമായിട്ടൊരു ലവ് സ്റ്റോറി, ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷേ മെയിൻ മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബകഥയാണ്. കുടുംബത്തിൻ്റെ അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. നമുക്കെല്ലാം കുടുംബമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ പെയിൻ പെട്ടെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അതാണ് തങ്കമണിയിൽ ഉണ്ടായ സംഭവത്തിനെ ബേസ് ചെയ്ത് ഒരുപാട് കുടുംബങ്ങളെയാണ് ബാധിച്ചത്. ഒരു ചെറിയ വിഷയത്തിൽ നിന്ന് തുടങ്ങിയ വിഷയമാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഇതിൽ സംസാരിച്ചു, ഈ പറക്കുംതളിയിൽ ഒരു ബസ്സാണ് വിഷയം, തങ്കമണിയിലും ഒരു ബസ്സാണ് വിഷയം. ബസ് അതിൽ കോമഡി ആണെങ്കിൽ ഇത് കുറച്ച് സീരിയസ് വിഷയമാണ്. മറ്റേത് ബസ് റോട്ടിലിറക്കിയതിൻ്റെ വിഷയം, ഇത് ബസ് റോഡിൽ മുന്നോട്ട് പോയതിൻ്റെ വിഷയം അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വിഷയങ്ങളുടെ രീതികൾ പലതാണെന്നുള്ളൂ. അപ്പം ലവ് സ്റ്റോറിയുടെ കാര്യം പറയപ്പെടാം. ഇത് ഹൗ യു? താങ്ക് യു. ഹൗ ആർ യു? ഐ എം ഗ്രേറ്റ്. അപ്പോൾ സിനിമയുടെ ഇപ്പോൾ 4ാമത്തെ ചിത്രമാണ്, അത് ദിലീപേട്ടൻ്റെ കൂടെ. അതും പേര് ഞങ്ങൾ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഞങ്ങൾ കണ്ടിട്ടില്ല, ഉറപ്പാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ദിലീപേട്ടനുമായിട്ട് ഒരു കെമിസ്ട്രി? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല, റൊമാൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്താൽ ശരിയാവുമോ, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഒരു 86-ൽ
പീരിയഡാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു തലയിൽ. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കോ ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ നമ്മൾക്ക് ഉള്ള വരി ആൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വാമപ്പ് പീരിയഡ് ആക്ച്വലി ഞാൻ വിചാരിച്ചക്കാട്ടിലും വളരെ ഷോർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഐ കുഡ് ഫോൾ ഇൻ ടു ട്രാക്ക്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എവ്രിബഡി വാസ് ഈക്വലി ഹെൽപ്ഫുൾ. പക്ഷേ നമ്മൾ പെർഫോം ചെയ്യുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും. സോ ഫസ്റ്റ് തന്നെ മലയാളത്തിൽ ഒരു ആക്ഷൻ ലേഡി എന്നൊരു ടൈറ്റിൽ വന്നായിരുന്നു നമ്മുടെ കുങ്ഫു മാസ്റ്റർ ഒക്കെ വന്ന സമയത്ത്. ശരിക്കും ഇതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ? ഇതിൽ അതല്ല, ഇതിൽ ചലഞ്ചിങ് ആണ്. ഇത് വളരെ ഡീസൻ്റ് ആയിട്ട് പാവമായിട്ട് പ്രണയിച്ച് അങ്ങനെ പോകുന്ന പറഞ്ഞ് നല്ലൊരു ഭാര്യ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പാവം. അതാണ് ചലഞ്ചിങ്. അതാണ് ചലഞ്ചിങ്. 4 അടി ഉണ്ടായിരുന്നു ഇപ്പൊ കാണിച്ചു തരായിരുന്നല്ലേ? ഒരു ഷോട്ടിൽ ജോൺ വിജയ് സാറിൻ്റെ കൂടെ ഒരു ഷോട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്കിങ്ങനെ സാർ പറയാ തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, ചെയ്യരുത്. പക്ഷെ അതായിരുന്നു എൻ്റെ ചാലഞ്ച്. എന്ന് വെച്ചാൽ ഐ എം നോട്ട് സേയിങ് ആക്ച്വലി ഇടിക്കും എന്നുള്ളതല്ല, പക്ഷെ ഞാൻ ചെയ്തതെന്ന് ഭയങ്കര പോളാർ ഓപ്പോസിറ്റ് ആയിരുന്നു. വളരെ സട്ടിൽ ക്യാരക്ടറായിരുന്നു, ഡിവോട്ടഡ് വൈഫ് അങ്ങനത്തെ. എങ്ങനെയാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഇച്ചിരി താല്പര്യം, അതോ നമ്മുടെ ആക്ഷൻ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണോ ഇച്ചിരി താല്പര്യം? എല്ലാം പുതിയതാണ് എനിക്ക്. പക്ഷേ ഒരേ സാധനം തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമില്ല. പല ഡിഫറെൻറ്റ് സാധനം ട്രൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഞാനങ്ങനെ ആക്ടിങ്ങിൽ എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ ചെയ്യുന്നിടത്തോളം എത്ര കാലം ഇവിടെ നിൽക്കും വി ഡോണ്ട് നോ. അപ്പോൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആക്ഷൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ്. ഞാൻ ഒരുപാട് ആക്ഷൻ മൂവീസ് കാണാറുണ്ട്. ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് MI സീരീസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അപ്പോൾ ചെയ്യാൻ അത് ആദ്യം തന്നെ അത് കിട്ടിയത് കൊണ്ട് രസമായിരുന്നു. പക്ഷെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനല്ല. മലയാളത്തിൻ്റെ ഒരു വിജയശാന്തിനെ വാർത്തെടുക്കാൻ സുദേവേട്ട, അപ്പോൾ തക്കപ്പടിയാണ് പുതിയ ചേട്ടൻ്റെ വിശേഷം. ഒപ്പം ഒരു കല്യാണം കൂടിയും കഴിച്ചു. ആ 2 വിശേഷം. കല്യാണം കൂടിയല്ല, അത് ആദിത്യയാണ്. എന്നോട് പറഞ്ഞെങ്കിൽ ഓക്കെ. പാവം കല്യാണം കഴിച്ചു, 2 വിശേഷം. തങ്കമണി, വീട്ടിലത്തെ തങ്കമണി, വീട്ടിലത്തെ തങ്കമണിയെ കുറിച്ച്. വീട്ടിലത്തെ പൊന്നുമണി. അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നലെ റിസപ്ഷനായിരുന്നു ബോംബെ. അത് ഇന്ന് രാവിലെയാണ് ആക്ച്വലി തീർന്നു. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയിപ്പോൾ കുറച്ചായിട്ട് വർക്ക് മോഡിലേക്കും ഒന്ന് വരാം. കുറച്ച് നല്ലൊരു പേഴ്സണൽ ലൈഫ് ബ്രേക്ക് എടുത്തു. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേജ് 2 എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് അകത്ത്. എന്തോ ഒരു നമ്മുടെ ബാച്ചലറായിരുന്നു, സ്റ്റേജ് 2 വന്ന പോലെ. അപ്പോൾ അതാണ് അതിൻ്റെ വിശേഷം. തങ്കമണി പറയുമ്പോൾ രതീഷ് ഭായ് പറഞ്ഞ പോലെ വേറെ ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ രതീഷ് ഭായിൻ്റെ ആക്ച്വൽ ലൈഫിൽ നോക്കിയാൽ എപ്പോഴും കോമഡി പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇൻറ്റൻസ് സീൻസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഥ പറഞ്ഞ് ഞങ്ങളെല്ലാവരും ചിരിപ്പിക്കുക ആയിരുന്നു പരിപാടി. അപ്പോൾ ലൈഫിലെ ഓപ്പോസിറ്റാണ്. അയാളുടെ കഥയോ ആളായിട്ട് ബന്ധമില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഇത് ഇയാളാണോ ഈ കഥ എഴുതിയതെന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഈ കഥാപാത്രം ഞാൻ ചെയ്യുന്നത് ഒട്ടും അർബൻ ടച്ച് ഇല്ലാത്ത ആദ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും എന്നെ വിഷ്വലൈസ് ചെയ്യുന്ന ഭയങ്കര അർബൻ ആയിട്ടുള്ള സിറ്റി ബോയ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ആരെങ്കിലും എന്നെ ഒന്ന് വേറെ ആയിട്ടൊന്ന് കാണണേ. അത് ഞാൻ ഇതും വിചാരിക്കും അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കല്. പക്ഷെ എന്നാലും ആരെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാവും. അപ്പം അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അപ്പോൾ എൻ്റെ ലുക്ക് ഡിസൈൻ ചെയ്യുന്ന പോലെ അവിടെ നിന്ന് തൊട്ട് കോസ്റ്റ്യൂമൊക്കെ എല്ലാം ഡയറക്ടറുടെ ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെയധികം ഹെൽപ്പായി. അത് പറഞ്ഞ പോലെ എൻ്റെ സ്ട്രോങ് സോൺ അല്ല അത്. ഇതുവരെ ചെയ്തിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന്. അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അത് മാത്രമല്ലാതെ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇത് പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അവസാനം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റിയും കിട്ടി. ഒരു സൂപ്പർ സ്റ്റാറുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല, അവർ എല്ലാവരെയും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതും
ഒരു ക്വാളിറ്റി പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ദിലീപേട്ട, ഇപ്പം നമ്മുടെ മലയാള സിനിമയിലെ എന്താ പറയുക, പഴയ ഒരു കാലഘട്ടം, പഴയ തിയേറ്ററുകളിൽ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സമയം, ആ ഒരു ഫീലിംഗ്. കാരണം ബ്രഹ്മയുഗം വന്നു തുടങ്ങി, ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നല്ല രീതി ഓടി, പ്രേമൽ നല്ല രീതി ഓടിക്കൊണ്ടിരുന്നു, പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതേപോലെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ് തങ്കമണിയും. ഇത് സത്യം പറയാൻ മനസ്സിൽ പേടിയാണോ, എക്സ്പെക്ടേഷൻ ആണോ, എന്താണ്, എക്സൈറ്റ്മെൻ്റ് ആണോ, എന്താണ് മനസ്സിൽ? ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭയത്തിലായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ച് മുമ്പ് വരെ. എന്നുവെച്ചാൽ ഒരു സിനിമയിൽ ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ, സിനിമയാണ് നമ്മുടെ ലോകം. അവിടെ നിൽക്കുമ്പോൾ നമ്മളെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷനാണ്, ഇപ്പോൾ നമ്മൾ അഭിനയിച്ചില്ലെങ്കിലും വേറെ ആൾക്കാരെയും വെച്ച് പല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ. ഒരുപാട് പടങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. തിയേറ്റർ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിയേറ്റർ റൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് സിനിമ വന്നാലും അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ, ആരുടെ സിനിമ വന്നാലും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ നമ്മുടെ സിനിമ മാത്രം ഓടുന്ന കാര്യം പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു 2014 തുടങ്ങി എല്ലാവരും സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം അപ്പോൾ അത് എങ്ങനെയുണ്ട്, ഓക്കെ എന്ന് പറയാം. കാരണം വെച്ചാൽ ആ തിയേറ്ററിൽ വരുന്ന ആ സംഭവമാണ്. പക്ഷേ ഇടയിൽ പല വിഷയങ്ങളും, ഇടയ്ക്ക് കോവിഡ് വന്നു, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളൊക്കെ വന്നതോടുകൂടി മൊത്തത്തിൽ എന്താണ് സംഭവിക്കണതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ദൈവം അനുഗ്രഹിച്ച് മാസത്തിലും 2 മാസം കൂടുമ്പോൾ പോലും സിനിമ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ ആഴ്ചയിലൊരു സിനിമയെങ്കിലും കാണുമെന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ നല്ലൊരു ലക്ഷണമാണ്. ഏത് സിനിമയാണെങ്കിലും അത് സിനിമ നോൺ ഷോ കഴിഞ്ഞ് ആ സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായം ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അത്രയും മൗത്ത് പബ്ലിസിറ്റിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഫുൾ തിയേറ്റേഴ്സ്. പഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ശരിക്കും 100-150 ദിവസം ഓടിയിരുന്ന സിനിമകളുണ്ടായിരുന്നു. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് വലിയ ദൈവാധീനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഡ് റിലീസ് വന്നുകൊണ്ട് അത്രയും ലോങ് റൺ ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും ഒരേ സമയത്ത് സിനിമ കാണുന്നുണ്ട്. മറ്റത് പിന്നെ അടുത്ത ആഴ്ച ആവട്ടെ ഇതാവട്ടെ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ എല്ലാ തിയേറ്റേഴ്സിലും വന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കളക്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എല്ലാവരും സ്വസ്ഥമായിരുന്ന സിനിമ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വരുന്ന സിനിമകൾ അടുപ്പിച്ച് എല്ലാ ലാംഗ്വേജ് സിനിമകളാണ്, അതർ ലാംഗ്വേജ് ആണെങ്കിലും നമ്മുടെ സിനിമകളാണ്. എടുത്തു പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ സിനിമകളാണ്. നമ്മളെല്ലാവരുടെ സിനിമകൾ ഇങ്ങനെ ഓടുന്നത് വലിയ സന്തോഷകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ അതുപോലെ ഒരു ഭാഗ്യം നമുക്കും കിട്ടട്ടെ എന്നാണ് നമ്മുടെ ഞങ്ങളും ഉണ്ടാവും കൂടെ. കാരണം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പറയുന്നുണ്ട് ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ നമ്മൾ കൂടുതൽ ഇതാക്കണം അല്ലേ. അപ്പോൾ ഈ സിനിമ ഓടിയാലേ എനിക്ക് അതുപോലത്തെ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർമാർ വരുള്ളൂ. അത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. കാരണം ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഇന്നും മലയാളികൾ എന്നും ഓർക്കുന്ന ഒരുപാട് CID മൂസ മുതൽ മീശമാധവനായാലും ശരി, എന്നും ഓർക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പം എപ്പോഴും ആളുകൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഇന്നും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കഥാപാത്രം, ബ്രേക്ക് ചെയ്യുന്ന ലെവലൊരു കഥാപാത്രം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു ഷോയ്ക്ക് ചെല്ലുകയാണെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടി വേറെ കുട്ടികൾ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്സ് അല്ല ക്യാരക്ടർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയും പ്രേക്ഷകരോട് നന്ദി പറയും, ആ കുട്ടികളോട് അടക്കം. കാരണം നമ്മൾ ചെയ്ത സിനിമകളെ ഇത്രയും കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയുന്നൊരു വലിയ സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മൾ ഡിഫറെൻറ്റ് റോൾസിലൂടെ പോവുക. ഇപ്പോൾ സുധേബായി പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എനിക്ക് വേറെ ടൈപ്പിൽ ചെയ്യണം എന്നുള്ളത്. ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ആവാതെ എല്ലാത്തിലൂടെയും പോവുക. പക്ഷെ നമുക്കറിയാം എൻ്റെ മെയിൻ ജോലി ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മളെ കൊണ്ട് നിർത്തിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളാണ് ഇനി വരാനുള്ളത്. ഇപ്പോൾ പവി കെയർടേക്കർ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതൽ പ്രോമിനൻസ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനത്തെ ചില സിനിമകൾ വരുമ്പോൾ, ജീവിതമായിട്ട് ബന്ധമുള്ള സിനിമകൾ വരുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമാവാൻ ശ്രമിക്കുന്നു. അതൊരു തെറ്റ്. ദിലീപേട്ട എപ്പോഴെങ്കിലും, അതായത് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ്, ദിലീപേട്ടൻ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ? കാരണം ഇപ്പോൾ എല്ലാവരും ഒരു ഹീറോയിക് മോഡിൽ കാണുന്ന ഒരു ആക്ടറെ, അല്ലെങ്കിൽ അത്രയും സൂപ്പർ സ്റ്റാറിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒരു കഥാപാത്രം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ പക്ഷേ ഒരു ആക്ടറെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് വരുന്ന ഒരു സാധനമാവാം. ദിലീപേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം, ദിലീപേട്ടൻ അങ്ങനെ ഒരു കഥാപാത്രം. ഇല്ല, ഇപ്പം ഞാൻ ശരിക്കും ആദ്യം ഒരു നെഗറ്റീവ് ടച്ചുള്ള വേഷം ചെയ്തത് ഡാർലിങ്ങിലാണ് കുറച്ച്. പക്ഷേ അത് ഹ്യൂമർ ഇതാണ്.
പിന്നെ അത് ചെയ്ത് ശരിക്കൊരു വളരെ ക്രിക്കറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കമ്മാരൻ. ബുദ്ധിരാക്ഷസ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത്. ഇപ്പം അങ്ങനെ ഒരു കഥ വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ, പക്ഷേ ഞാൻ ആ കഥ കേട്ടിട്ടില്ല. 2 ദിവസമായിട്ട് അങ്ങനെ ഒരു കഥ ഇങ്ങനെ ഒരു ആൻറ്റി ഹീറോ സാധനമാണ്, അതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് നല്ലതാണ്, നമുക്ക് ആലോചിക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാ തരത്തിലുള്ള കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നമ്മുടെ ലോക സിനിമയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പോലും ദൈവമേ ഇത് ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കുഴപ്പമാവോ, മറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥാപാത്രത്തിന് എന്തും പറയാം, ഏത് വഴിക്കും പോകും, എന്തും ചെയ്യാം. നമ്മൾ വേറെ സ്പേസിൽ വേറെ ഒരു ആട്ടമല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് വേറൊരു രസമാണത്. നമ്മൾ ഡിഫറൻ്റായിട്ട് മറ്റത് ഭയങ്കര ഫോമലായിട്ട് ഇവരെ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടം അഭിനയം തന്നെയാണ്. അപ്പോൾ അത് ഏതൊക്കെ കഥാപാത്രങ്ങളുടെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ദിലീപേട്ട, ഇപ്പോൾ ദിലീപേട്ടൻ്റെ സിനിമയിൽ നയൻതാര, പ്രണിത, തമന്ന ഇവരൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ താരങ്ങൾ. ഇപ്പം നെക്സ്റ്റ് സിനിമയിൽ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ താരത്തെ പ്രതീക്ഷിക്കാമോ? അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. സിനിമകൾ ഒരു സബ്ജക്റ്റ് അതിനാവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നേക്കാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് മുൻവിധിയോടുകൂടി പറയാൻ പറ്റില്ല ഏത് കഥാപാത്രം ഏത് കറക്റ്റ് ആവണം. ഇപ്പം ഇതിൽ ഞങ്ങൾ തമ്മിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോംബോ വന്നിട്ടില്ല. പിന്നെ സംവിധായകൻ പറഞ്ഞ പോലെ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കാവുന്ന ആൾക്കാരെയാണ് ഈ പുള്ളി ഈ സിനിമയിൽ വെച്ചിരിക്കണൊക്കെ. ഇപ്പോൾ അസീസിൻ്റെയൊക്കെ ഹ്യൂമറും ഉണ്ട്, സരസതയുണ്ട്, ഇമോഷണലാണ് എന്നൊക്കെ പറയുന്ന ഇതുണ്ട്. ഭയങ്കര ജീവിതമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണ് മിക്കതുമല്ല എല്ലാവരും. ഒരു റിയൽ ഇൻസിഡൻറ്റ് സിനിമയാക്കുമ്പോൾ അതിനൊരു എന്തായാലും ഒരു സിനിമാറ്റിക് എലമെൻറ്റും വേണം. അതേപോലെ നമുക്ക് റീൽസ് നമുക്ക് ഒരിക്കലും സിനിമയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. ഒരു സിനിമാറ്റിക് എലമെൻറ്റ് ഉണ്ടാണ്. അപ്പോൾ ഒരു സിനിമാറ്റിക് എലമെൻറ്റ് ആഡ് ചെയ്യുമ്പം റിയലായിട്ടുള്ള നടന്നാൽ എന്തെങ്കിലും മിസ്സാക്കി കളയാൻ അങ്ങനെ ഒന്നും ചെയ്യണോ? ഇപ്പോൾ തങ്കമണി സംഭവം സിനിമയാണെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കരുതുന്ന ചില ആളുകൾക്കുണ്ടാകാനിടയുള്ള ചില ധാരണകളുണ്ട്. ആദ്യം സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവവും അതിൻ്റെ അകവും പുറവും ഒക്കെ തേടുന്ന അത്തരത്തിലൊരു സിനിമയല്ല നമ്മൾ പ്യൂർലി ഒരു ഫാമിലി ഡ്രാമയാണ്. ആബേൽ ജോഷുവ മാത്രം എന്ന കേന്ദ്ര കഥാപാത്രത്തിൻ്റെ കുടുംബവും അയാളുടെ ജീവിതവും അയാളുടെ ജീവിത പരിസരവുമാണ് ഈ സിനിമ പറയുന്നത്. ജീവിത പരിസരം എന്നാൽ തങ്കമണി എന്ന ഗ്രാമം, അവിടെയുള്ള മറ്റ് മനുഷ്യരും അവരുടെ ജീവിതങ്ങളും. ഈ ഒരു മലയോര ഗ്രാമത്തിലെ വളരെ സാധാരണക്കാരായ ഈ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു സംഭവം വന്നു കയറുകയാണ്. അതാണ് തങ്കമണി സംഭവം മാത്രം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ ബസ്സിൽ തുടങ്ങുന്ന ഇഷ്യൂ മുതൽ പോലീസ് അട്രോസിറ്റി മുതൽ പിന്നീട് അങ്ങോട്ട് അതിൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ആകുന്നു, അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നു. 6 മാസത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ അതൊരു പൊളിറ്റിക്കൽ എലക്ഷൻ ടൂളായി മാറുന്നു, ഒരു പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ വലിയ നിലയിൽ നടക്കുന്നു. ഇങ്ങനെ കുറേ സംഗതികൾ അതിലുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി അടുത്ത പുലർച്ചെ വരേക്കും നീണ്ട തങ്കമണി സംഭവത്തിൻ്റെ കോറാണ്. ബാക്കി ഈ പറഞ്ഞ അതിന് ശേഷം മറ്റ് പല സംഗതികളിലേക്കും ലീഡ് ചെയ്യപ്പെട്ട, അതായത് ഒരു വലിയ സോഷ്യോ പൊളിറ്റിക്കൽ സംഗതിയിലേക്ക്, പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാറിലേക്ക്, ദെൻ ഒരു ഇലക്ഷൻ ടൂളിലേക്ക് പിന്നെ അത്തരം സംഗതികളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ഒരു സംഗതിയിലും പറഞ്ഞതുപോലെ ഏതൊരു വിഷയം എടുത്താലും ആ വിഷയത്തെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പോർട്രേറ്റ് ചെയ്യണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാകും. ആ സിനിമയ്ക്ക് ആവശ്യമായ ആ സംഗതികൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ടൈറ്റിലിട്ട ഈ സിനിമയെ എൻഹാൻസ് ചെയ്യാത്ത ഒരു സംഗതികൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടേ ഇല്ല. ദാറ്റ് മീൻസ് ഏതെങ്കിലും പൊളിറ്റിക്കൽ കക്ഷികളെ മോശമാക്കാനോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളെ നന്നാക്കാനോ അതിന് ശേഷം നടന്ന ഇലക്ഷൻ ടൂൾ, പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ, ഇത്തരം സംഗതികളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. തങ്കമണി സംഭവം ആ നാടിനുണ്ടാക്കിയ ട്രോമയാണ് നമ്മുടെ സിനിമ. അതിനപ്പുറത്തേക്ക് ആ സംഭവത്തെ ഉപയോഗിച്ച് ആ നാടിന് പുറത്ത് നടന്ന ഒന്നും തന്നെ ഈ സിനിമ ഇപ്പോൾ ഈ തങ്കമണി എന്ന് പറയുന്ന ഒരു പഴയൊരു കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ആർട്ടിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ സിനിമയിൽ ആർട്ട് എങ്ങനെയായിരുന്നു? എത്രത്തോളം ഇൻഡസ്ട്രി എത്രത്തോളം അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സാബുസ്രൽ ക്യാമ്പിൽ നിന്ന് വരുന്ന ആളാണ്.
നിങ്ങൾ കാണാൻ പോകുന്ന സിനിമ ആ രൂപത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രമേൽ തൃപ്തികരമായി വന്നതിന് പിന്നിലെ പ്രധാന കാരണക്കാരിലൊരാൾ പുള്ളിയാണ്, മനോജ് അഗത്താണ്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിൻ്റെ ഇമ്മൻസായ സപ്പോർട്ടും ഒക്കെയാണ് അതിൻ്റെ ഒരു ഘടകം. അതേപോലെ എടുത്തു പറയേണ്ട ആളാണ് മനോജ് പിള്ള DOP. അദ്ദേഹം സന്തോഷ് ശിവൻ ക്യാമ്പിൽ നിന്ന് വരുന്ന ആളാണ്. 50 സിനിമയായി, ഒരുപാട് വലിയ സിനിമകൾ ചെയ്ത ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കഥ ആലോചിക്കുമ്പോഴും തിരക്കഥ എഴുതുമ്പോഴും നമുക്കൊരു സ്വപ്നം കാണാം. നമ്മൾ ആലോചിക്കുന്ന കഥ തിരക്കഥയായി മാറിയിട്ട് ഇതിങ്ങനെ കാണണം എന്ന് സംവിധായകനൊരു സ്വപ്നം കാണും. ആ സ്വപ്നത്തിലേക്ക് വന്നു ചേരുകയാണ് പിന്നീട് എല്ലാവരും. അവർ ആത്മാർത്ഥമായി നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ നമ്മൾ കണ്ട സ്വപ്നം തിരശ്ശീലയിൽ എത്തിക്കാൻ പറ്റുള്ളൂ, സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ബൈ ഗോഡ് ഗ്രേസ് അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരും അതുപോലെ തന്നെ ഒത്തുചേർന്ന് പിടിച്ചു. ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരാളുടെ മാത്രം സ്വപ്നമല്ലല്ലോ, ഒരു കൂട്ടായ്മയുടെ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒരു കഥ ചെയ്യുമ്പോൾ, പുള്ളിയൊരു കഥ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു തരുന്നൊരു വലിയ ടീമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ RB ചൗധരി, അതുപോലെ റാഫി മധുര, പിന്നെ സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡ്രീം ബിഗ്, ഇവരെല്ലാവരും കൂടി ഒരു ഇന്നത് വേണ്ട അല്ലെങ്കിൽ ഇത് വേണോ എന്ന് ചോദിക്കാതെ അതിനു വേണ്ടി നിൽക്കുക. പ്രൊഡക്ഷൻ ടീം ഗംഭീര ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയുടെ. എല്ലാത്തിനും ഒരു പ്രശ്നം. ഈ ടീം ഇങ്ങനെ ഫുൾ സിൻസിയറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഭയങ്കര സംഭവമാണ്. എല്ലാ സിനിമയിലും അത് സംഭവിക്കാറില്ല. നമ്മൾ 100 ദിവസം പ്ലാൻ ചെയ്ത സിനിമയാണ് നമ്മൾ 80 ദിവസത്തിനുള്ളിൽ തീരുന്നത്. അതിങ്ങനെ ഒന്ന് എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്നത് കൊണ്ടാണ്. ഇതിലെ എല്ലാവരും സിൻസിയറായിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഒരാളുടെ മനസ്സ് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ഇതിങ്ങനെ ചലിക്കൂല. ഇത്രയും വേഗത്തിൽ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു സിനിമ അത് കുറേ ഇപ്പോൾ 80 ദിവസത്തെ അവരുടെ അധ്വാനമാണ് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നമ്മൾ കാണുന്നത്. പക്ഷേ അതൊരു പ്രേക്ഷകൻ മനസ്സിലാക്കാതിരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അത് ചിലപ്പോൾ അവനെ ഒരു 2 മണിക്കൂർ ആസ്വദിക്കാനായിരിക്കും കയറുന്നത്. പക്ഷേ അത് വെറുതെ കമ്പയർ ചെയ്യുമ്പോൾ ലാഗാണ്, അത് പോരാ ഇത് പോരാ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന പോലില്ല. അവർ അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഒരു പകൽ രാത്രിയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു ഒരു രാത്രിയും പകലും ഒരേപോലെ ഒന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറക്കം പോലും ഇല്ലാതെ ഒരുപാട് സെറ്റ് ബോയ്സ്. അപ്പം അതൊന്നും അവർ ചിന്തിക്കുന്ന പോലും ഉണ്ടാകത്തില്ല. എപ്പോഴെങ്കിലും അത് എന്താ ഹേർട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടൊരു സത്യസന്ധമായി പറഞ്ഞ ഒരാളെടുക്കുന്ന എഫേർട്ട്, ഇപ്പം നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഞാൻ വളരെ നിസ്സാരമായിട്ട് കളയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു സിനിമാ പ്രവർത്തകനും ഫീൽ ചെയ്യുന്നുണ്ട്. അത് സത്യസന്ധമാണ്. ഒരു സിനിമ ഏകദേശം 2000 ചില്ലാൻ കുടുംബങ്ങളാണ് ഒരു സിനിമേനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതൊരു സിനിമയ്ക്കും ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം. നമ്മൾ എത്ര രൂപ വെറുതെ കളയണം? നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ 100 രൂപയുടെ വാല്യൂവിനെ കുറിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര്, ഈവൻ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ സിനിമ എങ്ങനത്തെ സിനിമയാണെന്നും ഇതും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇതിന് നിങ്ങളൊരു ഫീസ് വാങ്ങുന്നുണ്ടാവാം. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, ഇതിനു വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നൊരു ടീമാണ്. കാരണം ഇതിൻ്റെ മീഡിയയാണ്, ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയയാണ്. നിങ്ങൾ മീഡിയ പേഴ്സണാണ് ശരിക്കും, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ. നിങ്ങളും വെറുതെ ജോലി ചെയ്യരുത്. നിങ്ങളുടെ ജോലിക്കും ഇൻകം ഉണ്ടാവണം. നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് കുടുംബം നോക്കേണ്ടതാണ് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാം ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിന് നല്ലത് പറയുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ട്, മോശം പറയുന്നവർക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ട്. മോശം പറയുന്നതിന് കൂടുതൽ ഇൻകമാണ് വരുന്നത്, അല്ലേ? ആണ് കൂടുതൽ ഇൻകം വരുന്നത്. പക്ഷേ ഒരു റീസൺ പറയുന്നത് ഞാൻ കൊടുത്ത 100 രൂപയാണ്. പക്ഷെ 100 രൂപയുടെ കണക്ക് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഒരാൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെ നശിപ്പിച്ചിട്ടാണ് ഇയാൾ ലക്ഷ്യം ഉണ്ടാക്കുന്നത്. അതിൽ സങ്കടമുണ്ട്. എന്നെങ്കിലും ഒരിക്കലും അയാൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, സ്വന്തമായിട്ട് അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം,
അതിൽ കഷ്ടപ്പെട്ട് വേർത്തൊലിച്ചുണ്ടാക്കുന്നൊരു സാധനത്തിന് വേറൊരാൾ മോശം പറയുമ്പോഴേ അയക്കാതിന് വേദന മനസ്സിലാവുള്ളൂ. എന്തോ ഒരു ആൾക്കാരുടെ എഫേർട്ടാണ് ഇതിന്. ഇത് സത്യസന്ധമായി ഞാൻ പറയാം, മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളടക്കമുള്ള ആൾക്കാർ ഭയന്നിട്ടാണ് അത് പറഞ്ഞോട്ടെ, അതായിക്കോട്ടെ എന്ന് പറയുന്നത്. നാളെ അവരെക്കുറിച്ച് പറയും എന്നുള്ളതിനെ. ഞാൻ പിന്നെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുന്ന എന്താ ആരെങ്കിലും എന്ന് പറയുന്നത് നമുക്ക്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി അതല്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ, അല്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും പറയും, നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ ഒരു ബ്രീത്തിങ് സ്പേസ്. ഇവിടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ വൈകുന്നേരത്തിനുള്ളിൽ വരുന്ന റിവ്യൂസ്, സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ റിവ്യൂസ് വരുന്നുണ്ട്. മോശപ്പെട്ടത് വരുന്നുണ്ട്, നല്ലത് വരുന്നുണ്ട്. പക്ഷേ ഓവർസീസ് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓവർസീസ് ബിസിനസ്. കാരണം ഇന്ന് മലയാള സിനിമ ഫേസ് ചെയ്യുന്നത് എല്ലാത്തിനും കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ആരും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു ലൊക്കേഷൻ ചോദിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ലാക്സിന് മുകളിലാണ് അതിൻ്റെ പെർമിഷൻ്റെ, പെർ ഡേ ആണ് പറയുന്നത്. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്തു, നമ്മൾ ഗവൺമെൻറ്റിൽ പെർ ഡേ എത്ര രൂപ ഫോറസ്റ്റിൽ KSEBയിലെല്ലാം GST അടക്കം അടച്ചിട്ടുള്ളതെന്നറിയാമോ? ഒരു സ്ഥലത്തുനിന്നും ഒരു സപ്പോർട്ടും നമുക്ക് ആർക്കും ഇല്ല. ഫിലിം പീപ്പിൾ എന്ന് പറയുമ്പോൾ കാണുന്നത്. ഇപ്പം ഇത് പക്ഷേ നമ്മളുടെ മനുഷ്യന് ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റാണ് സിനിമ, അല്ലേ? അപ്പോൾ എവിടെയെങ്കിലും ഒരു കൺസിഡറേഷൻ അതുണ്ടാവുന്നില്ല. ഭയപ്പാട് കൊണ്ട് പലരും സത്യം തുറന്നു പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ പറയണേ, നിങ്ങൾ ചെയ്തോളൂ, അത് പറയണേ എൻ്റെ റൈറ്റാണ്, ഓക്കെ. പക്ഷേ കുറച്ച് സമയം ആ സിനിമയിൽ അത് സിനിമ എന്തും ആയിക്കോട്ടെ, നല്ലതോ ചീത്തയോ എന്തും ആയിക്കോട്ടെ, റിവ്യൂവും മറ്റുള്ള ഒന്നുമില്ലാത്ത കാലത്താണ് നമ്മൾ സിനിമകൾ ചെയ്തിരുന്നത്. അന്ന് OTT ഇല്ല, സാറ്റലൈറ്റും ഇല്ലാത്തൊരു കാലമുണ്ട്, സിനിമാ തിയേറ്റർ മാത്രം. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സിനിമ ഒന്ന് കാണണം, നമ്മൾ അതിൻ്റെ ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത്. ഈ ഒരു സിനിമ കാണാം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു, അല്ലേ? നമ്മൾ ആ സിനിമ നന്നാവും. ഇപ്പം തിരിച്ചും ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും നല്ല ചെയ്യുന്ന എന്തിനാണ്? നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ ഇന്നതാണെന്ന് ജനങ്ങളെ അറിയിക്കുക. അല്ലാത്തവരോട് പറഞ്ഞ ഒരു ബ്രീത്തിങ് സേഫ് കൊടുക്കും. നമ്മളാരും തെറി പറയുന്നില്ല, റൈറ്റ് ഉണ്ട്, ഓക്കെ. പക്ഷേ എല്ലാവരും നമ്മൾ മനുഷ്യരല്ലേ. ഒരു സിനിമ തകരുമ്പോൾ ഒരു ഫാമിലി 2000 ഫാമിലി അതുകൊണ്ട് പൈസ വാങ്ങിച്ചു, എല്ലാവരും ഓക്കെയാണ്. പക്ഷെ ഒരാൾ വീഴുകയാണ്, ഒരാളും അയാളുടെ കുടുംബവും വീഴുകയാണ്, ഒരു നിർമ്മാതാവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നുള്ളതെന്ന് പറയാം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് അല്ലേ, എല്ലാവരും സ്റ്റേ ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പരിഗണന ഏത് സിനിമയ്ക്കും കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അഭ്യർത്ഥന തന്നെയാണ് സത്യം പറഞ്ഞാൽ. ആയാലും അവർക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ, അവർക്ക് അവർ മനുഷ്യരാണ്, അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്, അവർക്ക് അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട്. പുറമേ പറയുമ്പോൾ അവർ ഫിലിം ആക്ടേഴ്സാണ്, അവർക്ക് ഇപ്പം എന്നാ ജീവിക്കുന്നതിന് ഫിലിം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കലാരംഭിൽ സ്ക്രീനിലാണ്. ഞാൻ ഒരു വളരെ സാധാരണ ജീവിതം നടത്തുന്ന ഒരാളാണ്. നിങ്ങളുടെ വീട്ടിൽ മറ്റേ ഭക്ഷണം കഞ്ഞിയും പയറുവാണെങ്കിൽ അതുപോലെ കഴിക്കുന്ന ആൾക്കാർ തന്നെ നമ്മളും. പിന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ച് ലക്ഷറീസ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാതെ, ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് നടക്കുന്നു ഇല്ലേ. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഭക്ഷണത്തിനോട് കൂടുതൽ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ദേപ്പൂട്ടൊക്കെ തുടങ്ങി ഇങ്ങനെ സൈഡിൽ കൂടി അതൊക്കെ നടത്തുന്നത്. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് അതിനോടുള്ള താല്പര്യം കൊണ്ടൊക്കെ. പക്ഷേ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാർ തന്നെയാണ്. കുറച്ച് വില കൂടിയ വണ്ടി വാങ്ങിക്കുന്നു, വച്ചതാണ്. അത് ചിലരുടെ ഇഷ്ടങ്ങളാണ്. എല്ലാവരും സമ്പാദിക്കുമ്പോൾ നമ്മൾ ആരും ഇത് ഇവിടുന്ന് കൊണ്ടുപോകണില്ലല്ലോ. നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമ്മളെല്ലാം സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു വന്നത് തങ്കമണി കാണണം, തങ്കമണി മാർച്ച് നല്ല കാര്യങ്ങൾ പറയണം. തങ്കമണി കാരണം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ്. അപ്പം 7-ാം തീയതി ചിത്രം റിലീസാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. മലയാള സിനിമയിലേക്ക് ജനങ്ങൾ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാള സിനിമയിൽ ഒരു പ്രശ്നമില്ല. സിനിമകളെല്ലാം തിയേറ്ററുകൾ ഓപ്പണാണ്, സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും, ഒരു പ്രശ്നങ്ങളുമില്ല. നിങ്ങളെല്ലാം സിനിമയുടെ കൂടെ ഇരുന്നാൽ മതി. കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനായിട്ടുള്ളത്? മാർച്ച് 7-നാണ് തങ്കമണി വരുന്നത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് നിങ്ങളെല്ലാവരും തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, അത് മുടക്കരുത്. നിങ്ങൾ 7-ാം തീയതിയും
ഇടിച്ചൂത്തി വരിക, ഈ സിനിമ വലിയ വിജയമാക്കുക. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സിനിമയുടെ 100ാം ദിവസം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ ഇടവരട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാക്ക് പൊന്നാവട്ടെ, അതാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.